Hi friends, എല്ലാവർക്കും Ramshad വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് RRB എക്സാമുകളിലും അതുപോലെ SSC എക്സാമുകളിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്. പക്ഷെ നമുക്ക് ഒരുപാട് സമയം അതിന് ചിലവാകാറുമുണ്ട്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. മുമ്പുള്ള വീഡിയോ വെണ്ടേകരമായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഇന്ന് നമ്മൾ നോക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്തരം വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ലൈവ് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ വ്ളോഗ്. പ്രധാനപ്പെട്ട RRB എക്സാമുകളിലും അതുപോലെ SSC എക്സാമുകളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ്സിംഗ് ലെറ്റർ ഫ്രം ദി ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സെലക്ട് ദി മിസ്സിംഗ് നമ്പർ ഫ്രം ദി ഗിവൺ റെസ്പോൺസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് ഐഡിയ എന്താണ് അതിൽ ബേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുള്ള അവിടെയുള്ള ആ ഒരു പ്ലേസിൽ ഏത് നമ്പറാണ് വരിക. അപ്പോൾ ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ഒരു ചാർട്ടിൽ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ 9, 6 ഇവിടെ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം 9ഉം 6ഉം 12 എങ്ങനെ വരുന്നത് നോക്കാം. 9 നമുക്ക് നോക്കാം. 9 പ്ലസ് എത്രയാണ് 12. 9 മൈനസ് 12 എത്രയാണ്? 12 മൈനസ് 9 എത്രയാണ്? 3 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഐഡിയ മനസ്സിലാവും. എങ്ങനെ 9 പ്ലസ് 6/2 അതാണ് 12 വരുന്നത്. 6/2 എന്ന് പറയുമ്പോൾ 3, അങ്ങനെ 12 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇവിടെ നമുക്ക് കിട്ടിയില്ല. കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോളം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 21 എന്ന് പറയുന്ന സംഖ്യയും 7, 14 ഡിവൈഡ് ബൈ 2 എത്ര? 7. അതുകൂട്ടി നമുക്ക് 28 കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു ഭാഗം കൂടി ചെയ്ത് നോക്കാം. ഇവിടെ 30 വരുന്നത്. 30 പ്ലസ് 40 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 40 എങ്ങനെ കിട്ടിയത്? 40 മൈനസ് 30 എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ ഡബിൾ ആയിരിക്കും. 10 × 2 അത് എത്രയാണ്? 20. അപ്പോൾ 20/2 അങ്ങനെ 40 കിട്ടിയത്. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ എന്ന് പറഞ്ഞത് 20 ആണ് വരുന്നത്. അപ്പോൾ 20 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നമുക്ക് ഒരുപാട് സമയം ഇതിനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയറും അതുപോലെ ക്യൂബുകളൊക്കെ 1 മുതൽ 10 വരെയുള്ള ക്യൂബുകളും 1 മുതൽ 20 വരെയുള്ള സ്ക്വയറൊക്കെ പഠിച്ചു വെക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയായി ചെയ്യാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. വേറെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കുറച്ച് ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സെലക്ട് ദി മിസ്സിംഗ് നമ്പർ ഫ്രം ദി ഗിവൺ റെസ്പോൺസ്. സെയിം പാറ്റേൺ തന്നെയാണ്. ആ ഒരു പാറ്റേണിൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് 3 കോളം തന്നിട്ടുണ്ട്. 3 കോളത്തിലും കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സ് നമുക്ക് ഒരു കോളത്തിൽ ഇവിടെ ഒരു മിസ്സിംഗ് ലെറ്റർ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു നമ്പറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 28 എങ്ങനെ കിട്ടി? അതുപോലെ 4, 7, 11 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 7 പ്ലസ് 4 എത്രയാണ്? 11ആണ്. 7 × 4 28 ആണ്. അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഗുണനവും അതുപോലെ നമ്മൾ ആഡ് ചെയ്യണം, പ്ലസ്സുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, കൂട്ടലും ഗുണനവുമാണ് വന്നിട്ടുള്ളത്. 5 പ്ലസ് 5 10 വന്നിരിക്കുന്നു. 5 × 5 എത്ര വരുന്നത്? 25 ആണ്. അടുത്ത വരുന്നത് 8 പ്ലസ് 3 എത്രയാണ്? 11 ആണ്. 8 × 3 എത്ര വരുന്നത്? 8 8 16, 16 പ്ലസ് 8 24. അപ്പോൾ നമ്മുടെ ആൻസർ 24 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താഴെ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ 5, 4, 20, 9, 3, 8, 24, 11, 9, 14 ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തെ തുക അല്ലെങ്കിൽ ആ സംഖ്യ എത്ര? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് എക്സാം വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും മാക്സിമം സ്കോർ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.